ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. കുറേ ആൾക്കാർ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുറേ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ബ്രോ 10th സ്റ്റഡി പ്ലാൻസ് ഒക്കെ, എങ്ങനെയാണ് 10th എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് IT എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ടാണ് മൊത്തത്തിൽ 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഐ ആം ഷുവർ ഇനി 10th പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വാച്ച് ദിസ് വീഡിയോ ടിൽ ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഒട്ടും തന്നെ ലാഗ് എടുപ്പിക്കുന്നില്ല. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പേടിക്കാനില്ല ഗൈസ്. നിങ്ങൾ ഒന്നും കൊണ്ടും ഭയക്കരുത്. നിങ്ങൾ ഓവർ പ്രഷറൈസ്ഡ് ആവാതിരിക്കുക. നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളതിനെ ഭയങ്കര പേടി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ അത്രയും നിങ്ങൾ പേടിക്കും തോറും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാണ്ടായി പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. സിമ്പിളാണ് ഗൈസ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റത്തെ 2 month പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് 1 year ബാക്കിയുണ്ട്. ആ ഒരു 1 year നിങ്ങൾക്ക് ഫുൾ A+ ഒക്കെ നേടാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് കൂടെ. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും സെറ്റാക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കാൻ പാടില്ല. ബി കോൺഫിഡൻറ്റ്, യു ക്യാൻ ഗൈസ്. അപ്പോൾ എന്തായാലും പുതിയ ബുക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ സോഷ്യൽ ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ബുക്സ് കണ്ടിട്ടുണ്ട്. സോഷ്യൽ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ മാറ്റം എന്ന് പറയാൻ അങ്ങനെ ഭയങ്കര ഇങ്ങനെ ടഫ് എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതിനെക്കാട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ റൂസോനെ കുറിച്ചിട്ടൊക്കെ, മോണ്ടസ്ക്യൂ റൂസോനെ കുറിച്ചിട്ടൊക്കെ കുറച്ചധികം ലെങ്ത് ആയിട്ട് പഠിക്കാണ്ട് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഇത്രക്കുള്ള പാരഗ്രാഫ് മാത്രമായിരുന്നു. നിങ്ങൾക്ക് അതൊരു പേജൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാം. വലിയ മാറ്റം എന്ന് പറയാനൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് മാറ്റമുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ലെവലിലുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് +1ലേക്കും +2ലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും ഗൈസ്. എന്തായാലും നമ്മുടെ 10th ഫുൾ A+ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിച്ചൊന്നായിരുന്നു, IT എങ്ങനെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ ബാച്ചുകളിലൊക്കെ അസ്ട്ര ബാച്ചിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ITയുടെ ക്ലാസ് കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാ ക്ലാസ്സും ഉണ്ട്, ITയുടെ ക്ലാസ് ഇല്ല. അസ്ട്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ അസ്ട്ര ബാച്ചിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കണ്ടാൽ നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും. ഐ ആം ഷുവർ ഗൈസ്. അസ്ട്ര ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടും അതിൽ ക്ലിയർ ആവും. പിന്നീട് നിങ്ങൾക്ക് IT എങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IT വളരെ സിമ്പിളാണ് ഗൈസ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുമ്പം നിങ്ങൾ പ്രാക്ടിക്കൽ മാക്സിമം ചെയ്ത് പഠിക്കുക. തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ അധികം ഇമ്പോർട്ടൻസ് ഇപ്പോഴേ കൊടുക്കണ്ട. നിങ്ങൾ മാക്സിമം പ്രാക്ടിക്കൽ ചെയ്തിട്ട് തന്നെ പഠിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ മെയിൻലി പ്രാക്ടിക്കൽ ചെയ്തിട്ടാണ് തിയറിയിലും ഒക്കെ എഴുതിയിട്ടുള്ളത്. എൻ്റെ IT ടെക്സ്റ്റ് ബുക്ക് ഞാൻ പബ്ലിക് എക്സാമിൻ്റെ തലേദിവസമാണ് തുറക്കുന്നത്. IT ടെക്സ്റ്റ് ബുക്ക് ഞാൻ തലേദിവസമാണ് തുറക്കുന്നത്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് പോലെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുള്ളത്, നിങ്ങൾ പ്രാക്ടിക്കൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിയറിയൊക്കെ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റും നോട്ടും ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെറ്റാവും. പിന്നീട് നിങ്ങൾക്ക് എക്സാമൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് മെയിൻ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ജസ്റ്റ് സ്കൂളിൽ പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് സ്കൂളിൽ പ്രാക്ടിക്കലൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നീട് സൈലത്തിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവും. സൈലായാലും വേറെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ യൂട്യൂബിൽ ക്ലാസ്സൊക്കെ ഉണ്ടാവും എക്സാമൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ITയിൽ വലിയ പേടിക്കാനൊന്നുമില്ല. എല്ലാം ഓക്കെ ആയിരിക്കും. IT ആണ് ഏറ്റവും സ്റ്റുഡൻസ് പാസ്സാവുന്നുള്ളത്. അതായത് കമ്പാരിറ്റീവ്ലി ഏറ്റവും സ്റ്റുഡൻസ് ജയിക്കുന്നുള്ളത്. അതായത് ITയിൽ തോക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. വളരെ 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 കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും തന്നെ ITയിൽ പേടിക്കാനില്ല. എല്ലാവരും ബി കോൺഫിഡൻറ്റ് ഗൈസ്. പിന്നീട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഡു യു വാണ്ട് ടു സ്റ്റഡി ഇൻ ദിസ് വെക്കേഷൻ? ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത്. എന്തായാലും പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഗൈസ്. ഒന്നെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ തന്നെ വിത്തിൻ ഒരു 2 or 1 week നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ചു പോയാൽ മതി ഗൈസ്. നിങ്ങൾ അധികം പ്രഷർ ചെയ്യുന്നു വേണ്ട. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സ്കൂളിൽ എടുക്കുന്നത് ജസ്റ്റ് അവിടെ നിന്ന് തന്നെ പഠിക്കുക. വീട്ടിൽ വന്നിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പഠിച്ചാൽ നല്ലത്. പഠിക്കുക, അത് തന്നെയാണ് പറയാനുള്ളത്. വീട്ടിൽ നിന്നിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും. പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ വന്നിട്ട് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും ഗൈസ്. പിന്നീട് ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. പിന്നീട് എനിക്കൊരു മെയിൻ പോയിന്റ് പറയാനുള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. ഇപ്പോഴേ തന്നെ എല്ലാവരും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ താഴെ
എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വ്ളോഗ്സൊക്കെ ഇതുവരെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് എൻ്റെ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് നോട്ട്സിൻ്റെ വില അറിയില്ല ഗൈസ്. കുറേ ആൾക്കാർ, ഏകദേശം ഒരു 100ഓളം ആൾക്കാർ ഷോർട്ട് നോട്ട്സ് ഏകദേശം എക്സാമിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 100ഓളം ആൾക്കാർ തന്നെ എനിക്ക് 100 പക്കയായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. 100ഓളം ആൾക്കാർ ഷോർട്ട് നോട്ട്സ്, ഞാൻ എഴുതിയ ഷോർട്ട് നോട്ട്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്രക്കും ഷോർട്ട് നോട്ട്സ് ഉപകാരപ്പെടും ഗൈസ്. നിങ്ങൾ ഈ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് അത് അത്രക്കും ഉപകാരമായിരിക്കും. 100% ഷുവർ. നിങ്ങളെല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ ഒരു നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ മെയിൻ മേജർ പോയിന്റ്സ് നിങ്ങൾ എടുത്ത് വെക്കുക. അത് നിങ്ങൾ എക്സാമിനൊക്കെ പോകുമ്പോൾ എക്സാമിൻ്റെ ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് ബുക്ക് എല്ലാ പേജും എടുത്ത് നിങ്ങൾ എല്ലാം തുറന്ന് നോക്കാൻ സമയം ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഷോർട്ട് നോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വീഡിയോസൊക്കെ ചെക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ്, അതായത് നമ്മുടെ ഇപ്പോൾ 10th കഴിഞ്ഞാൽ എന്നെ പോലത്തെ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഗെറ്റ് മോട്ടിവേറ്റഡ്. സത്യം പറയാലോ ഗൈസ്, ഞാൻ എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ സ്റ്റഡി വ്ളോഗ്സ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ആയിട്ടുള്ളത്. ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ ഹിന്ദി സ്റ്റഡി വ്ളോഗ്സും ഇംഗ്ലീഷ് സ്റ്റഡി വ്ളോഗ്സും അധികം കാണാറുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ സ്റ്റഡി വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരുന്നു. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് അനന്തു കെ ബ്രോ ഉണ്ടായിരുന്നു. ആ ബ്രോ ഞാൻ 10th ഉണ്ടാകുമ്പോൾ +2 അപ്പോൾ ഞാൻ 10th ഞാൻ മലയാളത്തിൽ ആ ഒരു ബാച്ചിൻ്റെ സ്റ്റഡി വ്ളോഗ്സ് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി വ്ളോഗ്സിൻ്റെ ചാനലായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി വ്ളോഗ്സ് തന്നെയാണ്. എനിക്ക് 100% ഷുവർ പറയാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റഡി വ്ളോഗ്സിന് നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹൈലി മോട്ടിവേഷൻ തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ച് ഫോൺ നോക്കിയിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റഡി വ്ളോഗ് എടുത്ത് കാണുന്നത്. അതിപ്പോൾ എൻ്റെ തന്നെ സ്റ്റഡി വ്ളോഗ് കാണുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സ്റ്റഡി വ്ളോഗ് എടുത്ത് കാണാം. എൻ്റെ വേണ്ട കുറച്ചും കൂടി ഉപകാരമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സ്റ്റഡി വ്ളോഗ്സ് എടുത്ത് കാണുക. അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ആവും ഗൈസ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ സ്റ്റഡി വ്ളോഗ്സ് മോട്ടിവേറ്റ് ചെയ്തു എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ്. മറ്റുള്ള ആൾക്കാർ പഠിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കും അവനങ്ങനെ പഠിച്ചു തുടങ്ങി, അപ്പോൾ നമുക്കും പഠിച്ചു തുടങ്ങാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഫോൺ നോക്കി സമയം കളയുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ എന്നെടുത്ത് കാണാം. എൻ്റെ തന്നെ ആണെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കാണാം. എൻ്റെ വേണ്ട നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവർ മൈൻഡ് നെഗറ്റീവ് പോയിന്റ്സ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ പറയും, എന്താ നീ പഠിക്കില്ല, നിനക്കൊന്നും ഫുൾ A+ ഇട്ടില്ല എന്ന് പറയും. ഗൈസ്, നെവർ മൈൻഡ്. ഒന്നും കൊണ്ട് മൈൻഡ് ആക്കണ്ട. അതൊന്നും വെറുതെ അവർക്ക് ഇങ്ങനെ പറയാൻ എന്താ, അവർക്ക് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾക്കാണ് നിങ്ങളുടെ മാർക്ക്. അവർ പറഞ്ഞത് നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ ശരിക്കും അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ തോക്കുന്നത് അവർ പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ ശരിക്കും അവർക്ക് കൊടുക്കണം. നിങ്ങളത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഫുൾ A+ ഇട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവരുടെ നെഗറ്റീവ് പോയിന്റ്സ് നിങ്ങൾ മൈൻഡിൽ കയറ്റരുത് ഗൈസ്. നിങ്ങളെല്ലാവരും ഉപദേശം കേൾക്കുമ്പോൾ ഈ ചെയിലൂടെ കേട്ട് ഈ ചെയിലൂടെ ഉണ്ടല്ലോ, അതേപോലെ ജസ്റ്റ് ഈ ചെയിലൂടെ കേൾക്കണം എന്നേ ഇല്ല ഗൈസ്. ഓക്കെ, ആ നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ വിടുക. എനിക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വ്ളോഗ് ഇടായിരുന്നു ഞാൻ. പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇടായിരുന്നു. അപ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വ്ളോഗ് മാത്രമാവുമോ, മാർക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നെവർ മൈൻഡ് നെഗറ്റീവ് കമൻറ്റ്സ് ഗൈസ്. അത് നിങ്ങൾ എന്തായാലും ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം ട്രൈ ടു ബി പ്രൊഡക്റ്റീവ് എവറി ഡേ. ഓക്കെ, എല്ലാവരും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. അതിപ്പം പഠിത്തം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പലതും ഉണ്ടാവും, പഠിത്തം തന്നെ ആവണമെന്നില്ല. എല്ലാവരും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. അത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആവാൻ വേണ്ടി സമ്മതിക്കും. ഞാനിപ്പോൾ 10th ഫുൾ A+ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിത്തത്തിൻ്റെ ഫോക്കസിനെയും കൂടി നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ടു ഡു ലിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ടാസ്കൊക്കെ നിങ്ങൾ രാവിലെ തന്നെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കും. അതിനുശേഷം ആ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ ടിക്കിട്ട് ഇങ്ങനെ പോകും. അത് വളരെ ഹെൽപ്ഫുള്ളാണ് ഗൈസ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ കണ്ടാലോ അവർ നാണക്കേടൊന്നും വിചാരിക്കേണ്ട. അത് വളരെ ഉപകാരമാണ്, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. എനിക്ക് 100% ഷുവറാണ്. ഞാൻ ട്രൈ ചെയ്ത് ഉപയോഗിച്ച് ഞാനത് ഉപയോഗിക്കുമ്പോൾ എനിക്കുണ്ടായ
എന്താ എനിക്കുണ്ടായ ലാഭങ്ങളും അത് ഉപയോഗിക്കാതെ നിൽക്കുമ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങളും ഞാൻ ഫീൽ ചെയ്തിട്ടാണ് പറയുന്നത്. ട്രൈ ടു ഡു എ ടു ഡു ലിസ്റ്റ് എവറി ഡേ. അപ്പോൾ എന്തായാലും അടുത്തതിലേക്ക് പോകാം. പിന്നീട് കുറേ ആൾ ഈ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ഈ ഒരു 10th ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഈ ഫ്രെയിം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നെ പോലെ ചിത്രം വരച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പിന്നീട് ഗപ്പി വളർത്തുന്ന ആൾക്കാരുണ്ട്, പിന്നീട് ഓൺലൈനായിട്ട് പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പാർട്ട് ടൈം ജോബ് സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല ഗൈസ്. നിങ്ങൾക്കൊരു ഇൻകം, സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കേണ്ട ഒരു വേ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട, ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള, ഇപ്പോൾ ചിത്രം വരക്കാനൊക്കെ എനിക്ക് ഏകദേശം ഒരു ദിവസം ഏകദേശം ഒരു 3-4 മണിക്കൂർ മിനിമം ഇരിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരു 3 to 4 hours ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ നിങ്ങൾക്കത് ഏകദേശം ഒരു ആഗസ്റ്റ് ആകുമ്പോഴൊക്കെ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെയിലി ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 1 hour മാത്രമേ സ്പെൻഡ് ചെയ്യാനുള്ളെങ്കിൽ നിങ്ങൾക്കതൊരു ആ ഒരു പാർട്ട് ടൈം ജോബ് നിങ്ങൾക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ വരെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്തു പോകാം. ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ മതി നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുൾ A+ ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്കത് വീണ്ടും നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ട് ടൈം ജോബ് കറക്റ്റ് സമയത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല ഗൈസ്. നിങ്ങളെല്ലാവരും സൈഡ് ഇൻകം വളരെ നല്ലതാണ്. നമ്മൾ പോക്കറ്റ് മണി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കുറച്ച് നമുക്ക് തന്നെ നമ്മളൊരു പ്രൗഡായി തോന്നാനും അത് നമുക്ക് നമ്മുടെ തന്നെ പല ഇതിലും ഉപയോഗിക്കാം ഗൈസ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഒരു പോയിന്റ് പറയാം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിലെ മാർക്ക് കുറയും ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ആ ഒരു സമയത്താണ് കലോത്സവം, സ്പോർട്സ്, ആർട്സ് ഡേ, അങ്ങനെ പലതും വരുന്നുള്ളത് ക്രിസ്മസ് എക്സാമിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിൽ വളരെയധികം മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പം A+ ഉണ്ടാവില്ല ഒന്നിലും. അതുകൊണ്ട് നിങ്ങൾ ഡോണ്ട് ഗിവ് അപ്പ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് മോട്ടിവേറ്റ് ആവുക, ജസ്റ്റ് നിങ്ങൾ കീപ് ഗോയിങ് ഗൈസ്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാമിൽ എനിക്ക് ഒന്നിലും A+ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. 1-2 മാത്രമായിരിക്കും മാക്സിമം A+ ഉണ്ടാവുക. ഞാൻ പറയാം, എനിക്ക് പബ്ലിക് എക്സാം വരെ ഒന്നിലും എനിക്ക് A+ ഉണ്ടായില്ല. ഫുൾ A+ ഒന്നിലും ഒരു എക്സാമിലും ഉണ്ടായില്ല. പബ്ലിക് എക്സാമിലാണ് എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങളെ ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ട്രൈ യുവർ ബെസ്റ്റ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. പിന്നീടുള്ളത് ജസ്റ്റ് ഗെറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് മൂവ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ പിന്നീടുള്ളൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ വെരി ബാഡ് ഇൻ സ്റ്റഡീസ്, നിങ്ങൾക്ക് വളരെ മാർക്ക് കുറവാണെങ്കിൽ, അതായത് നിങ്ങൾ വളരെ മോശമാണ്, പഠിത്തത്തിൽ വളരെ മോശമാണെങ്കിൽ, നിങ്ങൾക്ക് കലോത്സവം, അതായത് ഈ ഫെയറുകൾ, കലോത്സവം, സ്പോർട്സ്, പിന്നെ NCC, കാഡറ്റ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. 30 to 50, 30, 50, 25, 24 അങ്ങനെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അത് നമ്മുടെ പബ്ലിക് എക്സാമിന് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾ ഒട്ടും പഠിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ച ഫുൾ A+ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഒരു കലോത്സവത്തിന് അല്ലെങ്കിൽ ഒരു ഫെയറിനോ അല്ലാതെ എന്തെങ്കിലും സ്പോർട്സിനോ NCCക്കോ ഒക്കെ കൂടിയിട്ട് നിങ്ങൾ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഗൈസ്. എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. എനിക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോസിബിൾ ഒന്നല്ല ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ A+ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസിയാണ് ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ ബാക്ക്വേർഡ് ആണ് സ്റ്റഡീസിലെങ്കിൽ നിങ്ങൾ ട്രൈ യുവർ ബെസ്റ്റ് ഗൈസ് ആൻഡ് ഒരു ഗ്രേസ് മാർക്കും കൂടി എടുത്തു വെക്കുന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ്, നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡൻസ് തരാൻ അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻജോയ് എവരി മൊമെന്റ്സ് ഗൈസ്. എല്ലാ മൊമെന്റ്സും നിങ്ങൾ എൻജോയ് ചെയ്യുക. വെറുതെ നിങ്ങൾ ടെൻഷൻ അടിച്ച് പ്രഷറൈസ് ആയത് ഇരിക്കല്ലേ. നിങ്ങൾ ട്യൂഷന്, പ്രത്യേകിച്ച് ഓഫ്ലൈൻ ട്യൂഷൻസ് ഒക്കെ പോകുന്ന ആൾക്കാർ, ഐ ആം ഷുവർ ഗൈസ് യു വിൽ ബി ഓവർ പ്രഷറൈസ്ഡ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ നിന്നും ട്യൂഷൻ സെൻറ്ററിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കര പ്രഷറായിരുന്നു കിട്ടുക. ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങളത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. ട്യൂഷൻ്റെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രഷർ കിട്ടും, പിന്നെ സ്കൂളിൽ നിന്നും തരും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഹോം വർക്ക്സും അങ്ങനെ പലതും ചെയ്യാണ്ടാവും, നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബി പ്രിപ്പയർഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രഷറൈസ് ചെയ്ത് ഇങ്ങനെ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല.
വളരെ സിമ്പിളാണ്. എല്ലാ സബ്ജക്റ്റും എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റും എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ അത് ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഹൗ ടു സ്റ്റഡി എവറി സബ്ജക്റ്റ് അങ്ങനെ എന്തോ വെച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും ഗൈസ്. പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാറുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്ത ടിപ്സൊക്കെ ഞാനതിൽ പറയുന്നുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്സിനെ നിങ്ങൾ ഇപ്പോഴേ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു തെറ്റിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരിക ഗൈസ്. അതൊക്കെ നോട്ട് ചെയ്താൽ മാത്രം മതി. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഗൈസ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ഞാൻ വേറൊരു കാര്യം പറയാം. അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ടു കീപ്പ് എ സ്റ്റഡി സ്പേസ് ഗൈസ്. നിങ്ങൾക്ക് ഒരു സ്റ്റഡി സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അത് വളരെ ഉപകാരമായിരുന്നു ഗൈസ്. എല്ലാവർക്കും സ്റ്റഡി സ്പേസ് ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് എനിക്കും വലിയ സ്റ്റഡി സ്പേസ് ഒന്നുമില്ല. ഞാൻ പല സമയത്തും പല സ്ഥലത്ത് ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുണ്ടായാൽ നല്ലതായിരിക്കും. നമുക്കിപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ആയാലും പിന്നീട് നമ്മുടെ പ്ലാനൊക്കെ ഇതേപോലെ ഞാൻ വരച്ചതുപോലെ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിരിക്കും. നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേറൊരു എക്സ്ട്രാ സീക്രട്ട് കീ പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എപ്പോഴാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ്സ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഗൈസ്. അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. നമ്മൾ വ്ളോഗ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ വ്ളോഗ്സിലേക്കായിരിക്കുന്നതായിരിക്കും പലരുടെയും വിചാരം. അങ്ങനെയല്ല ഗൈസ്. നമ്മുടെ കോൺസെൻട്രേഷൻ വ്ളോഗ്സിൽ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും അധികം പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുള്ളത് ഞാൻ വ്ളോഗ്സ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം പ്രൊഡക്റ്റീവ് ആവാൻ സാധിച്ചിട്ടുള്ളത്. അതെനിക്ക് അത്രക്കും എനിക്ക് പക്ക ഷുവറായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫെയിമൊക്കെ ആവണം, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം, ചെറിയൊരു ഇൻകം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ആ ഒരു ചാനൽ മെൻഷൻ ചെയ്യാം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റായിട്ട് തന്നെ ഷെയർ ചെയ്യും ഞാൻ ചിലപ്പം. അപ്പോൾ ഇതേപോലുള്ളൊരു ചാനലൊക്കെ തുടങ്ങിയാൽ നിങ്ങൾക്കും അത് ഉപകാരമായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ അതാണ് ഗൈസ് അതിൻ്റെ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. ട്രൈ ടു ഗെറ്റ് ഓൺലൈൻ സപ്പോർട്ട് ഇൻ സ്റ്റഡീസ്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷൻ പോകണമെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ഓഫ്ലൈൻ ട്യൂഷൻ പോകുന്നില്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ വേണമെന്നില്ല. കാരണം നിങ്ങൾക്ക് അതൊന്നും ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നിങ്ങൾ ഓവർ പ്രഷറായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷനൊന്നും പോകുന്നില്ലെങ്കിൽ ഒരു ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാൻ ഞാൻ IT ഫെയറിന് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ക്ലാസ്സസ് കലോത്സവത്തിനും ഫെയറിനും സ്പോർട്സിനും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ ക്ലാസ് എന്ന് വെച്ചാൽ ഞാനൊരു ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ ഏകദേശം ഒരു 1 month ഞാൻ ക്ലാസ്സിലേ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തൊക്കെ എനിക്ക് വിട്ടുപോയ ചാപ്റ്റേഴ്സൊക്കെ എനിക്കൊന്ന് ബാക്ക്ലോഗ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഓൺലൈൻ ബാച്ചസ് ഒക്കെയാണ്. ഞാൻ അസ്ത്ര ബാച്ചിലായിരുന്നു ഉണ്ടായത്. അതെന്നെ വളരെ ഹെൽപ്ഫുൾ ചെയ്തിരുന്നു. അപ്പോൾ അസ്ത്ര ബാച്ചിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ആണ്. കാണാത്ത ആൾക്കാർ പോയി കാണാൻ ചാനൽ അപ്ലോഡാണ്. അത് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടാൽ എല്ലാ ഡൗട്ട്സും നിങ്ങൾ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡോണ്ട് വറി. അതാണ് ഗൈസ്, ഡോണ്ട് വറി. ഓക്കെ, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് വന്നാലും ഒന്നും പഠിക്കാതെ ജസ്റ്റ് എൻ്റെ ചാനലിലേക്ക് വരിക. നിങ്ങൾ ഏതെങ്കിലും ഒരു ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം ഗൈസ്. ഓക്കെ, നിങ്ങളൊന്നും വേണ്ട പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത്, അതായത് ക്രിസ്മസ് എക്സാം ആകുമ്പോൾ അതിന് വേണ്ട വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ ജൂനിയേഴ്സ് ആണെന്ന് വെച്ച് നിങ്ങൾ അവോയ്ഡ് ചെയ്യില്ല. നിങ്ങൾക്ക് 10th എല്ലാവരും അധികം സ്ട്രെസ്ഡ് ആവുന്നതും നിങ്ങൾ അധികം മാർക്കിന് വേണ്ടി നിങ്ങളിങ്ങനെ കുറച്ച് കഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി സഹായിക്കാൻ വേണ്ടി അഭിനവിക്കേഷന് ഞാനിവിടെ ഉണ്ടാകും ഗൈസ്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഒരു സീരീസ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് പബ്ലിക് എക്സാമിന് സമയത്ത് നമ്മൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഡോണ്ട് വറി ഗൈസ്. ഞാൻ ചെയ്ത മിസ്റ്റേക്സ് പബ്ലിക് എക്സാമിൽ എന്താണെന്നൊക്കെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ. അടുത്ത വരുന്ന ബാച്ചിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പബ്ലിക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാമെന്ന് മാത്രമാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ ഒന്നും ഇതുവരെ പബ്ലിക് എക്സാം വരെ കിട്ടണമെന്നില്ല. നിങ്ങൾ നെവർ മൈൻഡ് ഗൈസ്, മൂവ് ഫോർവേഡ്, യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഇൻ പബ്ലിക് എക്സാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ
കീപ് ട്രൈങ്. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ വന്നിട്ട് ഞാൻ അധികം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ സ്റ്റഡി ബ്ലോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഇങ്ങനെ ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് പഠിച്ചത് ഞാൻ അതായത് ജനുവരി ഫെബ്രുവരി മാത്രമാണ്. അതായത് ആ ഒരു 2 മാസം കഷ്ടപ്പെട്ടു. മാർച്ചിലാണ് നമ്മുടെ പബ്ലിക് എക്സാം നടക്കുക. മെയിൽ ഫുൾ A+ൻ്റെ റിസൾട്ടും വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 മാസം കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടും. പക്ഷെ എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഒരു മിതമായ ലെവലിൽ, ഒരു മീഡിയം ലെവലിൽ ത്രൂ ഔട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഏത് ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും മീഡിയം സ്റ്റുഡൻ്റ് ആയാലും അതായത് ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും നിങ്ങൾ ടോപ്പർ ആയാൽ പോലും നിങ്ങളൊരു ആവറേജ് ലെവലിൽ നിങ്ങൾ പഠിച്ചു പോകുക. ആവറേജ് ലെവൽ മീൻസ് ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ പഠിച്ചു പോകുക. ഡെയിലി ഒരു കൺസിസ്റ്റൻസി ആണ് നമ്മുടെ സക്സസ്സിനുള്ള മെയിൻ കീ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്. കൺസിസ്റ്റൻ്റ് ആയി പഠിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കുത്തിയിരുന്ന ഒരു 14 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി പഠിച്ചു, പിന്നെ ഒരു 1 മന്തിലേക്ക് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഡെയിലി ഒരു 1 അവറെങ്കിൽ 1 അവർ ഡെയിലി ഒരു 1 അവറൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മെയിൻ. അല്ലാതെ ഒരു ദിവസം 14 മണിക്കൂർ പഠിച്ചിട്ട് പിന്നീട് ഒരു 1 മന്ത് ലീവ് എടുക്കുന്നതല്ല കൺസിസ്റ്റൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയി പഠിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളൊരു ഡെയിലി 1 അവർ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഒന്നും പേടിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളാണ് SSLC. അപ്പോൾ അധികം പേടിക്കാനൊന്നുമില്ല ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ ലീവിലൊക്കെ നിങ്ങൾ ജസ്റ്റ് 1/2 മണിക്കൂറൊക്കെ ടെക്സ്റ്റ് ബുക്ക് എടുത്തുനിന്ന് വായിച്ചും ഒക്കെ നോക്കിയാൽ മതി. സ്കൂൾ തുറക്കുന്നവരെ നിങ്ങളൊരു ഓണം എക്സാമിൻ്റെ കുറച്ച് മുമ്പ് വരെയൊക്കെ അങ്ങനെ മതി ഗൈസ്. ഒരു 1/2 മണിക്കൂറൊക്കെ മതി എന്നാണ്. പിന്നീട് നിങ്ങളെ ഹോംവർക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങളത് കുറച്ചും കൂടി കൂട്ടി വരിക. ലാസ്റ്റ് ഒരു ജനുവരി ഫെബ്രുവരി മന്തൊക്കെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 4 hours ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 100% ഷുവറാണ് 4 hours നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി ജനുവരി ഫെബ്രുവരി മന്തിൽ, അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഫുൾ A+ ഷുവറാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മാക്സിമം ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പബ്ലിക് എക്സാമിന് വേണ്ടി ടോപ്പ് കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ ഞാൻ ആ ഒരു സമയത്ത് നിങ്ങളുടെ പബ്ലിക് എക്സാം ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ആ പബ്ലിക് എക്സാം വരെ ഒന്നും പേടിക്കേണ്ട കാര്യം. നിങ്ങൾ മാക്സിമം പഠിക്കുക, മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. പ്രഷറൈസ് ചെയ്യരുത്, പ്രഷർ ആവരുത്. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ്. നിങ്ങൾ ഓവർ ടെൻസ്ഡ് ആവരുത്. പറ്റുന്ന പോലെ പഠിക്കുക ഗൈസ്. എല്ലാവരും ബിലോ ആവറേജ് സ്റ്റുഡൻസിനും ഫുൾ A+ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഓവർ പ്രഷറൈസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇപ്പോൾ ജസ്റ്റ് ഒരു 30 minutes ഒക്കെ പഠിച്ചാൽ മതി ഈ ഒരു സ്കൂൾ തുറക്കുന്നവരെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു പോയിന്റ് കൂടി പറയാൻ വിട്ടു ഗൈസ്. എനിക്ക് ബയോളജിയിൽ മാർക്ക് വളരെ കുറവാണ്. എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്സൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡഡ് ആണ്. എൻ്റെ ക്രിസ്മസ് എക്സാമിന് എൻ്റെ ബയോളജി മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജനുവരി ഫെബ്രുവരിയിൽ, അതായത് ആ ഒരു 2 മാസം ഞാൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തത് ബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മോഡൽ എക്സാമിന് ബയോളജിയിൽ ഏകദേശം 39 മാർക്സാണ് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. 39.5 ആണെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഓർമ്മയില്ല ഗൈസ് കറക്റ്റ്. 40ൽ 39.5. ഏകദേശം ഞാൻ ഒരു D നോറ്റാണ് ഞാൻ ആ ഒരു ഗ്രേഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക ഗൈസ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ലെവൽ വെച്ച് നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് കഷ്ടപ്പെടാൻ നിന്നത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫുൾ A+ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ IT ഒക്കെ നിങ്ങൾ സ്കൂളിൽ പറയുന്നുള്ളത് അതേപോലെ ചെയ്യുക. കീ പോയിന്റ്സ് അതായത് പ്രാക്ടിക്കലൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക, മാക്സിമം ചെയ്ത് പഠിക്കുക. പിന്നീട് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ലാസ്റ്റ് ഈ ഒരു 2 months കഷ്ടപ്പെടാം. ഇനി ജനുവരി വരെ വെറുതെ കളിച്ച് നടക്കാമെന്നൊന്നും അല്ല ഗൈസ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി ഫുൾ A+ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റത്തെ ഒരു 2 months ആണ് നിങ്ങൾ ഏറ്റവും അധികം വർക്ക് ചെയ്യേണ്ടത്. ഇനിയുള്ള 1 year നിങ്ങൾ മാക്സിമം കഷ്ടപ്പെടാം. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും ഗൈസ്. ലാസ്റ്റത്തെ 2 months നിങ്ങൾ മാക്സിമം കഷ്ടപ്പെടണം. അതുവരെയുള്ള മന്ത്സ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി നല്ലൊരു സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നീട് കുറേ ആൾക്കാർ സ്റ്റഡി പ്ലാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു തരേണ്ടതല്ല ഗൈസ്. ഞാൻ എന്തായാലും ഒന്നും കൂടി പറയുകയാണ്, ഞാൻ പറഞ്ഞു തരേണ്ടതല്ല സ്റ്റഡി പ്ലാൻ. അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് ചാലഞ്ച് ചെയ്യേണ്ടതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിയിൽ ഇന്ന് എത്ര മാർക്ക് എനിക്ക് കുറഞ്ഞു,
അപ്പോൾ എന്തായാലും ഞാൻ മോഡൽ എക്സാം ആകുമ്പം ഞാൻ എന്തായാലും അത് A+, അല്ലെങ്കിൽ 40 out of 40 എത്തിച്ചിരിക്കും. അത് നമ്മൾ തന്നെ നമ്മളോട് ചാലഞ്ച് ചെയ്യേണ്ടതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ചെയ്യിപ്പിക്കേണ്ടതല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഇത്ര മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേജർ കീ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മോട്ടിവേറ്റഡ് ആയിരിക്കുക, ടെൻസ്ഡ് അടിക്കാതിരിക്കുക, സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കണ്ട് മോട്ടിവേറ്റ് ആയി പഠിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഓക്കെ, കൺസിസ്റ്റൻസി മെയിനാണ് ഗൈസ്, കീ പോയിന്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. മാക്സിമം എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാൻ, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമാണ് ഗൈസ്. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് താഴെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾന്ന് വെക്കുക. നമ്മൾ റോഡ് ടു 10K ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങളുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര മാത്രമാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ഡൗട്ടും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ 10th പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ +1 6 അതായത് നമ്മളൊക്കെ പഠിക്കുന്ന അവർ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള സ്റ്റഡി വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് നമ്മളും വരുന്നതായിരിക്കും. എല്ലാ ആൾക്കാർക്കുള്ള സ്റ്റഡി ടിപ്സും ട്രിക്സും സ്റ്റഡി വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ് AK. ബൈ ബൈ.